ഹലോ ആ ആ ആ തുടങ്ങാം ചേട്ടാ. ഹലോ. ഞാനൊരു മധ്യാസത്തിൻ ദൈവസഹായത്താലും കൂട്ടായ്മ ശക്തി കൊണ്ടൊന്നും മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. ഹായ് ഹരി ചേട്ടാ. ഹായ് ഹായ്. നമ്മൾ 272 പേജിലാണ് നിർത്തിയത്. ഓക്കെ. അതായത് ദിസ് വാസ് ഡ്യൂറിംഗ് ദ ടൈം വെൻ വി ആസ് എ വേൾഡ് had been suffering from such a totally different kind of leadership. The picture that came to me was what a different world this could be had Hitler and Stalin and Mussolini been this kind of person. അതായത് ഇവര് മൂന്നുപേരും ഇവരുടെ നേതൃത്വം ഇതുപോലെ ബില്ലിന്റെ ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് വ്യത്യാസമായ ഒരു ലോകമായിട്ടുണ്ടാവും എന്നുള്ള ഒരു ചിന്തയാണ് അതിൽ പറയുന്നത്. ഇറ്റ് റിയലി ഗോട്ട് ടു മീ. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് മൈ റിയലി ഹൈ റിഗാർഡ് ഫോർ ബില്ലിനോടുള്ള റിഗാർഡ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അവിടെയാണ് നിർത്തിയത്. At the time of that talk, the United States was at war with Germany, Italy, and Japan. Bill was deeply concerned over the course of the war. He had maps on his office wall, and he daily charted the battlefronts with pushpins. ആ സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നു. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തമ്മിലൊരു യുദ്ധമായിരുന്നു. ബില്ല് വളരെ ആകാംക്ഷയോടെ ആയിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന്റെ ഓഫീസിലൊരു ചുമരിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. അതിൽ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പിന്നുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നത്. In his personal politics, Bill was a conservative Republican. We were appalled when FDR won the 1944 election, said Louis. ബില്ലിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചായ്വ് കൺസർവേറ്റീവ് റിപ്പബ്ലിക്കൻ ആയിരുന്നു, പേഴ്സണൽ പൊളിറ്റിക്സ്. അപ്പൊ ലൂയി പറയുന്നത് 1944 എലക്ഷനിൽ FDR ജയിച്ചത് അവർക്ക് വല്ലാതെ അത്ഭുതം തോന്നി. ബട്ട് he had not belonged to the isolationist faction. He was very much for preparedness, said Ruth Hawk. എന്നിരുന്നാലും ബില്ലിനെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഒരു ഐസോലേഷനിസ്റ്റ് ഫാക്ഷൻ അല്ല. ഒരു ഐസൊലേഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ ആയിരുന്നില്ല. ഹി വാസ് വെരി മച്ച് ഫോർ പ്രിപ്പയർഡ്നെസ്, തയ്യാറെടുപ്പുള്ള ഒരു ഇതായിരുന്നു. റൂത്ത് ഹോക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, he thought the United States should have gone in sooner, that we should have been over there helping. He thought the United States should have gone in sooner, that we should have been over there helping. ഇവരുടെ ഒരു ചിന്തയെ കുറിച്ച് പറയണം. നേരത്തെ അവിടെ എത്തിയിട്ട് സഹായത്തിനായിട്ട് എത്തിയിട്ടുണ്ടാവണം എന്നുള്ള കാര്യം പറയണം. Since Bill had been raised in a tradition of military service and had served with honor during World War I, it came as no surprise that he now tried to enlist, although he was 46 when the United States entered this war. ബില്ലും ഒരു വളർന്നു വന്ന സാഹചര്യം ഒരു മിലിറ്ററി സർവീസിലുള്ള ഒരു ആ സാഹചര്യത്തിലായിരുന്നു. അദ്ദേഹം ഹാഡ് സെർവ്ഡ് വിത്ത് ഓണർ. അത് വളരെ അഭിമാനപൂർവ്വം അദ്ദേഹം വേൾഡ് വാർ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. It came as no surprise that he now tried to enlist, although he was 46 when the United States
entered this war. അദ്ദേഹത്തിന് 46 ആയിരുന്നെങ്കിലും പോലും അദ്ദേഹം അത് എൻലിസ്റ്റ് ചെയ്തു, അത് ചെയ്യാൻ ശ്രമിച്ചു ഈ US വാറിലേക്ക് ആയപ്പോൾ. In March 1942, he had received a recommendation for the supply service from a Colonel Donovan in Washington and had an interview with the Brigadier General in charge of Army's Philadelphia Quartermaster Depot, who offered to accept him as a captain. 1942 അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ കിട്ടിയിരുന്നു ഫോർ ദ സപ്ലൈ സർവീസ് ഫ്രം ദി കേണൽ ഡോണോവാൻ ഇൻ വാഷിംഗ്ടൺ. അവിടെ നിന്നുള്ളൊരു അവിടെ ഒരു മുഖാമുഖം കാണലും ബ്രിഗേഡിയർ ജനറൽ ഇൻ ചാർജ് ആർമിയിൽ ഓഫർ ടു അക്സെപ്റ്റ് ഹിം ആസ് എ ക്യാപ്റ്റൻ. ഇദ്ദേഹത്തെ ഒരു ക്യാപ്റ്റനായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. However, he had an army physical that same month and was rejected. He wrote to a friend because of ulcers, having made 2 other unsuccessful attempts to join the service. He noted, not without some bitterness, that this World War I experienced didn't seem to count for much. However, he had an army physical that same month and was rejected. അദ്ദേഹത്തിന് ഒരു ആർമിയിലുള്ള ഒരു ഫിസിക്കൽ ആ സമയത്ത് അദ്ദേഹം അത് റിജക്ട് ചെയ്തു. ബിക്കോസ് എന്തുകൊണ്ടാണെന്നുള്ളത് അൾസേഴ്സ്, ബിക്കോസ് ഓഫ് അൾസേഴ്സ് വയറിലുള്ള അസുഖം. Having made 2 other unsuccessful attempts to join the service, he noted, not without some bitterness, that his World War I experience didn't seem to count much. വലിയൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇത് ജോയിൻ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധം ഒരു വലിയൊരു നേട്ടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. In a letter to Father Dowling dated May 25, 1942, his frustration is evident. Still struggling to get in army. ജോലിക്ക് വേണ്ടി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷെ കിട്ടിയിരുന്നില്ല ആർമിയിൽ. നോ ലക്ക് യെറ്റ്, ഇനിയും ഭാഗ്യമില്ല. maybe I'm supposed to be a missionary after all. I wish I knew. ഇങ്ങനെ തന്നെ തുടരാനായിരിക്കും എന്ന് സ്വയം കരുതി. The emphasis is bills. He sought alternative ways to contribute to the war effort. ഇത് കൂടെ മറ്റു വഴികൾ അദ്ദേഹം തേടിപ്പോയി. In a letter dated the same day as one to Father Dowling, he turned his attention to helping Louis B., then director of selective service. മറ്റു വഴികളിൽ സഹായിക്കാൻ ചെയ്തു. ഒരു ലെറ്റർ ഈ ഫാദർ ഡൗളിങ്ങിന് എഴുതി അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ലൂയിസ് ബി ടെർഷെ അവരെ സഹായിക്കാൻ, അവര് ഡയറക്ടർ ഓഫ് സെലക്ടീവ് സർവീസിലായിരുന്നു, സഹായിക്കാൻ ഉള്ളൊരു കത്ത് എഴുതി. It well may be that there is some draft dodging by claimants who say they are chronic alcoholics. But we know for a fact that many chronic alcoholics are anything but draft dodgers, hoping to serve and at the same time cure themselves. Thousands of them are probably trying to break into the service by any hook or crook. Our experience suggests that these people will, as a class, only be in the way. Their drinking will continue and lead only to a medical discharge. മദ്യാസക്തരുടെ കാര്യത്തെക്കുറിച്ച് പറയണം. It may be that there is some draft dodging by claimants who say they are chronic alcoholics. മദ്യാസക്തരാണ് എന്നുള്ളത് പറയുന്നുണ്ട് അവിടെ.
It may be that there is some draft dodging by claimants. ഇത് ഇത് ക്ലെയിം ചെയ്യുന്ന ആളുകൾ. But we know for a fact that many chronic alcoholics are anything but draft dodgers. അവര് കൃത്രിമം ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതിനാണ് ഹോപ്പിംഗ് ടു സെർവ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യൂർ ദംസെൽസ്. അവരെ തന്നെ ക്യൂർ ചെയ്യാനും സെർവ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഉദ്ദേശത്തോടു thousands of them are probably trying to break into the service by any hook or crook. എങ്ങനെയെങ്കിലും സർവീസിലേക്ക് ഈ പ്രവൃത്തിയിലേക്ക് വരാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അവർ എക്സ്പീരിയൻസ് suggests that these people will, as a class, only be in the way. Their drinking will continue and lead only to a medical discharge. അപ്പൊ അത് അവർ മദ്യപാനം തുടരും. അവർ ആ ഹോസ്പിറ്റലിലായി അത് ഒരു മെഡിക്കൽ ഡിസ്ചാർജിൽ വന്ന് അവസാനിക്കുകയുള്ളൂ. ബട്ട് there is still another class of alcoholic applicant for army service. എന്നിരുന്നാലും വേറെ ഒരു ക്ലാസ്, വേറെ ടൈപ്പിലുള്ള ആൽക്കഹോളിക്സ് ആർമി സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. He is the man who has really recovered from his illness. അത് ഈ മദ്യാസക്തിയെ കുറിച്ച് തന്നെ ആയിരിക്കണം പറഞ്ഞത്. അതിൽ നിന്നും മോചിതനായിട്ടുള്ള ആളാണ്. This organization most emphatically thinks that if adequate proof of his recovery can be submitted, such a man ought to be allowed to serve. ഈ ഒരു ഓർഗനൈസേഷൻ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നത് എന്താണ് വെച്ചാൽ, അതിന് റിക്കവറിക്കുള്ള വേണ്ടത്ര തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരാമെങ്കിൽ ആയാളെ സർവീസിൽ, അതായത് ആർമി സർവീസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. In fact, this letter is prompted by certain members of a San Francisco group who have been rejected upon the sole ground of their alcoholism. ഇത് സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ഗ്രൂപ്പാണ് ഇത് കൊണ്ടുവരുന്നത്. അവർ റിജക്ട് ചെയ്യപ്പെട്ടവരാണ്, മദ്യാസക്തരായതുകൊണ്ട്. യെറ്റ് who have considerable sobriety time behind them. എന്നിരുന്നാലും അവർക്ക് സുബോധവാന്മാരായിട്ടുള്ള സമയമുണ്ട് അവരുടെ, and who would be recommended as a reasonably well men by their group. അവരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നല്ല ആൾക്കാരായിട്ട്. അവരുടെ ഗ്രൂപ്പുകൾക്ക് തന്നെ അവരെ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. Therefore, would it be possible for the army to relax its requirements in those cases where acute alcoholism can be proved to be a thing of the past? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആർമിക്ക് അത് പറ്റുമോ? കുറച്ച് അതിന്റെ ആവശ്യങ്ങളെ റിലാക്സ് ചെയ്യാൻ ആയിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ അക്യൂട്ട് ആൽക്കഹോളിസം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ, അതായത് അവർ മോചിതരായി എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സം ഡിസ്ക്രിമിനേഷൻ വുഡ് ബി നെസസറി, such as a doctor's certificate, or if the selectee happened to be a member of Alcoholics Anonymous, then the recommendation of his local group. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തത ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മെമ്പർ ആണോ എന്നുള്ളത് അവരുടെ ഗ്രൂപ്പ് റെക്കമെൻഡ് ചെയ്യണം. വായിക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാൻ തോന്നുന്നു. ഇത് ഞങ്ങളിപ്പോൾ നാളെ പാലക്കാട് റെയിൽവേ ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്. അത് തുടങ്ങാനുള്ള കാരണം ചെന്നൈ ICF അവര് മീറ്റിംഗ് തുടങ്ങി. അവിടെയുള്ള ചെന്നൈയിലുള്ള കാര് ആ ICF അവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയുള്ള രോഗികൾ, മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കൊണ്ടുവന്ന് 170 പേര് ലിസ്റ്റ് ഉണ്ടാക്കി. 35 പേര് കൺസിസ്റ്റന്റ് ആയിട്ട് സോബറായിട്ടുണ്ട്. അതിൽ ചില ആളുകളെ
ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരെ പോലും അവരെ മീറ്റിംഗിൽ വരുന്നത് കൊണ്ട് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഏതാണ്ട് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ രീതിയിലുള്ള ഒരു ഒരു സംഗതിയായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചു. അതുപോലെ തന്നെ ട്രിച്ചി, മധുരൈ അവിടെയൊക്കെ റെയിൽവേ ഹോസ്പിറ്റൽസിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. നാളെ പാലക്കാടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് അവർ വിളിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പാലക്കാടുള്ള മെമ്പേഴ്സ് പോയിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഇപ്പൊ അതുപോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് അവർ ഫീലിംഗ് ദാറ്റ് ദി ആർമി ഈസ് പാസിംഗ് അപ്പ് many very able men for lack of just a little more discrimination. അപ്പൊ ആ ഒരു വ്യത്യാസം കാണിക്കാത്തത് കൊണ്ട് ആർമി ഈസ് പാസിംഗ് അപ്പ് നല്ല നല്ല ആൾക്കാരെ അവർക്ക് കിട്ടാതാവുന്നുണ്ട് എന്ന് പറയുന്നു എന്നുള്ള ഒരു തോന്നലിനെ കുറിച്ച് പറയണേ. I would like to offer the army the benefit of our experience in this field of alcoholism to be used in any manner that might be helpful. അപ്പൊ അവിടെ ഈ ആർമിക്ക് ഉപകാരപ്രദമായിട്ട് ഈ അനുഭവത്തെ, ആൽക്കഹോളിസത്തിന്റെ അനുഭവത്തെ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അത് എങ്ങനെ യൂസ് ചെയ്യണം വെച്ചാൽ അവർക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതിന്റെ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളതാണ്. അതായത് ഈ മോചിതരായ ആൽക്കഹോളിക്സിന്റെ കാര്യത്തെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. The Army's officials' response reads in part, "It is the considered opinion of this office that, notwithstanding the patriotic attitude of your organization and of these individuals, it would be manifestly unwise to subject these men, who have apparently made a satisfactory adjustment in their individual environment, to one where stress and strain play an important part, and where the temptation to resort to their former inclinations would be far more inviting." അപ്പൊ അവിടെ അവർ പറയുന്ന ആർമി ഒഫീഷ്യലിന്റെ ഒരു റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. ഇവരിങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ പാട്രിയോട്ടിക് ആറ്റിറ്റ്യൂഡ്, അതായത് ദേശസ്നേഹം അത് മാത്രം കണക്കാക്കി കൊണ്ടുവല്ല, ഓഫ് യുവർ ഓർഗനൈസേഷൻ ആൻഡ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽസ്, ഈ മധ്യാസക്തരെ അത് നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി മാനിഫെസ്റ്റ്ലി അൺവൈസ്, പിന്നീടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി തീരാം. ഇവരെ ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഇവർ ഒരുപാട് സാറ്റിസ്ഫാക്ടറി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് അവരുടെ വ്യക്തിപരമായ എൻവയോൺമെന്റിൽ. പക്ഷെ അങ്ങനെ ആണെങ്കിൽ വേർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പ്ലേ an important role, മാനസിക പിരിമുറുക്കങ്ങളും ശാരീരിക അവസ്ഥകളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട്, where the temptation to resort to their former inclinations will be far more inviting. വീണ്ടും പോയി കുടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാണ്. Like so many of his ideas, bills offered to assist the military was merely ahead of its time. It will come to fruition in 1960s when the US military instituted alcoholism and drug abuse programs for the military personnel, following the lead of the private sector, receiving strong support from AA membership. അപ്പൊ ഇത് ബില്ലിന്റെ നേരത്തെ കൂട്ടിയിട്ട് തന്നെ ചിന്തിച്ച ഒരു കാര്യമായിട്ട് ഇവിടെ പറയുന്നു. ലൈക്ക് അദ്ദേഹത്തിന് പല ഐഡിയാസിലും ഉണ്ടായിരുന്ന പോലെ ഇതില് നേരത്തെ മുമ്പോട്ട് ചിന്തിച്ച ഒരു ഐഡിയ, അത് 1960 അതൊരു നല്ല രീതിയിലായിട്ട് വന്ന് ഭവിച്ചു. അപ്പൊ US മിലിറ്ററി ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് പ്രോഗ്രാം, ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാക്കി മിലിറ്ററിക്കാർക്ക് വേണ്ടിയിട്ട്, ഫോളോയിങ് ദ ലീഡ് ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ. അവർക്കപ്പോ വളരെ നല്ല ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്നും AA മെമ്പർഷിപ്പിൽ ഒന്നും നല്ല ഒരു സഹായം ലഭിച്ചു എന്നുള്ളത്.
AAs who did serve in the armed forces in 1945, they numbered about 300, proved that they could stay sober. 1944 ഒരു 300 പേര് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു, അവർക്ക് സോബറായിട്ട് ഇരിക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു, ഈവൻ അണ്ടർ ദ അഡീഷണൽ സ്ട്രെസ് ഓഫ് ദി മിലിറ്ററി ആൻഡ് വിത്തൗട്ട് ദെയർ റെഗുലർ മീറ്റിംഗ്. അവർക്ക് ഈ വാറിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന സമയത്ത് റെഗുലർ മീറ്റിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിലും ഇത്രയൊക്കെ സ്ട്രെസ്, മിലിറ്ററി ജീവിതത്തിലുള്ള സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സോബറായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം തെളിയിച്ചു. ഓക്കെ, അതോടുകൂടിയിട്ട് ചാപ്റ്റർ 15 കഴിഞ്ഞു. ചാപ്റ്റർ 16 വായിക്കാം. One of Bill's persistent fascinations and involvements was with psychic phenomena. സൈക്കിക് എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള, അതുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ബില്ലിന്റെ ഒരു ആകർഷണവും അതിൽ ഉൾക്കൊള്ളാനുള്ള ഒരു ആഗ്രഹവും. ഹിസ് ബിലീഫ് ഇൻ ക്ലെയർവോയൻസ് ആൻഡ് അതർ extrasensory manifestations arose out of his conviction that our lifetimes on earth constitute what he liked to call a mere day in school, that we are all pupils in a spiritual kindergarten, and that life after life is a matter of fact, is a matter of fact as well as faith. This belief led to his attempts to get in touch with other lives in other lifetimes. അദ്ദേഹത്തിന്റെ ബില്ലിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്നു. ഹിസ് ബിലീഫ് ഇൻ ക്ലെയർവോയൻസ്. ക്ലെയർവോയൻസ് എന്ന് പറഞ്ഞാൽ വളരെ തെളിഞ്ഞ ഒരു വിശ്വാസം. ആൻഡ് അതർ എക്സ്ട്രാ സെൻസറി മാനിഫെസ്റ്റേഷൻസ്. എക്സ്ട്രാ ആയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓരോ മാനിഫെസ്റ്റേഷൻസ് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നുണ്ടായി, അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ നിന്നുണ്ടായി. നമ്മളുടെ ജീവിതം എന്തായിരുന്നു, അത് ഇതായിരുന്നു. അവർ ലൈഫ് ടൈംസ് ഓൺ എർത്ത്, നമ്മളുടെ ഈ ഭൂമിയിലുള്ള ജീവിതം ഒരു സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെല്ലാവരും കിൻഡർഗാർട്ടൻ, സ്പിരിച്വൽ കിൻഡർഗാർട്ടൻ, ആത്മീയമായിട്ടുള്ള ഒരു കിൻഡർഗാർട്ടനിലെ സ്റ്റുഡൻസ് ആണ്. ജീവിതം, ലൈഫ് ആഫ്റ്റർ ലൈഫ് ഈസ് എ മാറ്റർ ഓഫ് ഫാക്ട് ആസ് വെൽ ആസ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെതാണ് ജീവിതം. ജീവിതത്തിന്റെ പിന്നാലെ ജീവിതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസമാണ്. This belief led to his attempts to get in touch with other lives in other lifetimes. മറ്റുള്ള ഇത് അദ്ദേഹത്തിന് മറ്റുള്ള ജീവികളുമായിട്ടുള്ള ആ ലൈഫ് ടൈമിൽ ഉള്ള ഒരു ബന്ധം വെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. Because Bill was such a sensitive person in this world, it should come as no surprise that he believed himself able to pick up energy from another. മറ്റൊരാളിൽ നിന്നും ശക്തി പകർന്നെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം അത്രയും വളരെ സെൻസിറ്റീവ് പേഴ്സൺ ആയിരുന്നു. അപ്പൊ അതൊരു വലിയ അത്ഭുതമായിരുന്നില്ല. He thought of himself as having some psychic ability. എന്തോ ഒരു സൈക്കിക് ആയിട്ടുള്ള, അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം തന്നെ വിചാരിച്ചു. To him, spiritistic matters were no mere parlor game. അദ്ദേഹം വളരെ സീരിയസ് ആയിരുന്നു എന്ന് പറയുന്നു, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. It's not clear when he first became interested in extrasensory phenomena. The field was something that Dr. Bob and Annie Smith were so deeply involved with. എപ്പോഴാണ് അദ്ദേഹത്തിന് ഇതേപോലെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായതെന്ന് അറിയുന്നില്ല. ഇതായിരുന്നു ഡോക്ടർ ബോബിനും ബോബിന്റെ വൈഫിനും
അവര് വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം. വെദർ ഓർ നോട്ട് Bill initially became interested through them. There are references to census and other psychic events in the letters Bill wrote to Louis during that first Akron summer with the Smiths in 1935. എപ്പോഴാണ് ബില്ലിന് ആദ്യം താല്പര്യം ഉണ്ടായത് ഈ ഡോക്ടർ ബോബിന്റെ കൂടെയാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും കുറച്ച് റെഫറൻസസ് ഉണ്ട്. അത് ഈ ബില്ല് ലൂയിന് കത്ത് എഴുതിയതിൽ കാണുന്നുണ്ട്. വൺ ഓഫ് ബിൽസ് മോസ്റ്റ് ഡ്രമാറ്റിക് ടെയിൽസ് ഓഫ് discarnate communication is this story he himself told it. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ അദ്ദേഹം പറഞ്ഞത്. അതെന്താണെന്ന് പറയുന്നില്ല. Probably 1947, my wife and I visited Nantucket. We have never been there before. ഒരു സ്ഥലത്തിൽ പോയ കാര്യം പറയണം. 1947 അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും നാൻതുക്കട്ട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നേരത്തെ പോയിട്ടില്ല. We only knew it from its sturdy Yankees and vanished whaling trade. യാങ്കീസ് പറയുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരാണ്. Whaling trade. After dark, our host met us at the boat and were driven a mile or so to his house near the beach. അവിടെ പോയിട്ട് അവിടെ ഒരാള് ഇവരെ കൊണ്ടുപോയി, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. Next morning, I woke early, maybe 6 o'clock. I tiptoed the kitchen and made coffee. കാപ്പി കുടിച്ചു, അവിടെ ഉണ്ടാക്കി കുടിച്ചു. While musing over the first cup, there was a sudden intrusion. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കയറി വന്നു. In came the words, I want to go whaling. Whaling എന്ന് പറയുന്നത് ഈ തിമിംഗലം പിടിക്കുന്ന ആളുകൾ, അതായിരിക്കും. കടലില് വലിയ മീനുകളെ പിടിക്കുന്ന ആളുകൾ. Questioning the purported entity, he gave me a Scandinavian name, now forgotten. അദ്ദേഹത്തോട് പേര് ചോദിച്ചപ്പോൾ അയാൾ ഒരു സ്കാൻഡിനേവിയൻ പേര് പറഞ്ഞു, അത് മറന്നുപോയി. More questions developed that he didn't realize that he was dead. He said he saw people dimly, that nobody paid any attention when he spoke. അതായിരുന്നു പ്രശ്നം. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. He complained of great loneliness and misery. ഒറ്റപ്പാടും വളരെ കഷ്ടപ്പാടും അനുഭവിക്കുന്നതായിട്ട് പറഞ്ഞു. Said he had been a sailor and wished he could have a drink. അദ്ദേഹം ഒരു കടലിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു, കുടിക്കണം എന്നുണ്ടായിരുന്നു. I explained what had happened to him and inquired if he had any faith, which he said he hadn't. I explained what had happened to him. അദ്ദേഹത്തിന് എന്താ പറ്റിയിട്ടുള്ളതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. വിശ്വാസമുണ്ടോ, എന്തിലെങ്കിലും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു. I told him there were plenty of people about him who would be his friends, but people he couldn't see or hear because he was still earthbound. ഇതുപോലെ കുറെ ആളുകളുണ്ട്, അവരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ സാധിക്കും. പക്ഷെ people he couldn't see or hear because he was still earthbound. താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അവരെ കാണാൻ പറ്റാത്ത. Of course, this was a typical experience that our nature circle had often had with those discarnates who seemed stuck in some sort of
purgatorial state. അവരുടെ ആ ഒരു വളരെ ഇതുപോലുള്ള ആൾക്കാർ വഴങ്ങാത്തതിന്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നിനും തയ്യാറില്ലാത്ത, ആഗ്രഹമില്ലാതെ. Presently, another entity came along and announced his name to be Shaw, a storekeeper of the Nantucket of 100 years before. Shaw thanked me for trying to help the Norwegian, whom he and his friends had been trying to wake up and get going. Shaw then explained that he usually found several hundred old-time friends in Nantucket who like to return there just as he did. Would I like to meet a few? വേറൊരാൾ ഇതേപോലെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഷാ എന്നാണ്, ഒരു സ്റ്റോർ കീപ്പറാണ്. നാൻതുക്കെട്ട് 100 വർഷം പഴക്കം മുമ്പ്. ഷാ thanked me for trying to help Norwegian. He and his friends had been trying to wake up and get going. അവരെ സഹായിച്ചതിന്. Shaw then explained that he usually found several hundred old-time friends at Nantucket who like to return there just as he did. Would I like to meet a few? എന്നുള്ളത് ചോദിക്കാം. He forthwith presented me to one who called himself David Morrow. My conversation with David Morrow disclosed that he had been a sailor during the Civil War when he had, as he said, been killed serving under Admiral Farragut at the Battle of Mobile Bay. Note in passing the name David Morrow. I was then presented to another entity who declared himself to be one Pettingill, master of a whaler out of Nantucket, or Martha's Vineyard. I now forget which. This conversation was without much significance except the name of Pettingill, not an ordinary one. ഇങ്ങനെ പല ആളുകളെ കണ്ടതിൽ അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്, വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷെ പെറ്റിങ്കൽ എന്നുള്ള പേര് ശ്രദ്ധ ആർജിച്ചു. Not an ordinary one. Others came with names I now forget. I believe that one of these called himself Quigley, another whaling master. വേറൊരാള് Quigley, അദ്ദേഹവും ഇതേപോലെ whaling master. So ended for the moment my tryst with the Nantucket ghosts in my friend's kitchen. Every bit of the foregoing could, of course, be attributed to fantasy or forgotten information. That is, if it hadn't been for those names, especially Morrow and Pentucket. Just for fun, I told this story at breakfast, making such pointed reference to the names I picked up that my host was later able to recall them. At first, though my host thought I was ribbing him, he knew little of physics and he heard nothing before this of my adventures. When I pressed matters, he began to be concerned for me. When I pressed more, he got downright annoyed. Here, of course, the subject was dropped. On the eve of going home, our host and hostess arranged a picnic lunch. We were to be joined by others. The rendezvous was to be at the head of Nantucket's main street, which terminated in a circle where 4 other streets converged. I hadn't before visited this spot. അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഇതൊന്നും കാര്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. As we approached the circle, I observed in its center a small monument
Coming closer, I saw it was dedicated to Nantucket fallen in the war of the rebellion. Chiseled around its base were the names of the dead. In a moment, I spied a familiar name. It was David Morrow. നേരത്തെ പറഞ്ഞ ഡേവിഡ് മോറോവിന്റെ പേര് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. I called my host. He well remembered David Morrow from my description at the breakfast table. He was astonished to put it mildly. ഇവരുടെ ഹോസ്റ്റിന് അത്ഭുതം തോന്നി ഈ ഡേവിഡ് മോറോവിന്റെ പേര് കണ്ട. Next day, my wife and I visited for the first time the Nantucket Whaling Museum, a place filled with relics of the bygone past. അവിടെയുള്ള ഈ വെയിലിംഗ് മ്യൂസിയം, വെയിലിംഗ് ചില മീൻ പിടിക്കാൻ പോകുന്ന ഈ തിമിംഗലം പിടിക്കാൻ പോകുന്ന മ്യൂസിയം, അതില് റിലിക്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉള്ള കഥകൾ എഴുതി വെച്ചു. Just inside the door, we saw a large open book. It was filled with names of ships, masters, and sailing dates for the whole period in which the whaling industry had flourished. അവിടെ ഈ whaling industry അതിനെ കുറിച്ചിട്ടല്ല എഴുതി Imagine our surprise when our search soon discovered the name. ഈ രണ്ടാമത് പറഞ്ഞ പേര് അതിലുണ്ടായിരുന്നു, Pettingill, as master of whaling vessel. One other name I had received was also there. If I now remember correctly, this one was Quigley, Quigley. And upstairs in the museum, we found a life-size painting of Admiral Farragut, and there was a plaque describing the part Nantucket sailors had played in the Battle of Mobile Bay. This confirmed Morrow's story. ഡേവിഡ് മോറോവിന്റെ കഥ ഒന്നുകൂടി ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവർക്ക് ഈ വായിച്ചതെന്നും ഈ മ്യൂസിയത്തിൽ നിന്നും കണ്ടെത്തിയ വെച്ച്. Therefore, the record shows that I had picked up pretty accurate descriptions of 3 quiet, obscure, and long-dead Nantucket citizens. ഈ 3 പേര്, ഡേവിഡ് മോറോ, പിന്നെ ഈ Pettingill and Quigley. The record shows that I had picked up pretty accurate descriptions. ഇതിന്റെ 3 ആളുടെയും ഒരുവിധം ശരിയായിട്ടുള്ള വിവരണങ്ങൾ കിട്ടി. ഒരു നേരത്തെ മരണപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. No doubt gone from the minds of living people. അവരൊക്കെ മറന്നുപോയ ഒരു ആളുകളായിരുന്നു. There isn't even a remote chance that I had at some earlier time read or heard about all 3 of them. അവരെ വീണ്ടും ഓർക്കാനുള്ള ഒരു സാധ്യതയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. Ordinary former inhabitants of the island. Maybe 1, but certainly not 3. The emphasis is bills. അവരെ ഓർക്കാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. സാധാരണ അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരാളെ ഓർക്കുമായിരുന്നു, പക്ഷെ 3 ആളെ എന്തായാലും ഓർക്കുന്നുണ്ടാവില്ല. As early as 1941, Bill and Louis were holding regular Saturday spook sessions at Bedford Hills. One of the downstairs bedroom was dubbed by them the spook room. Here they conducted many of their psychic experiments. Of one session with a Ouija board, Bill wrote his description. ബില്ലിൻ 1941 ബില്ലും ലൂയിസും റെഗുലർ സാറ്റർഡേ സ്പൂക്ക് സെഷൻസ്, സ്പൂക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, ഒരു സെഷൻ അവരുടെ
Bedford Hills. One of the downstairs bedrooms was dubbed by them the spook room. ഇതൊരു സ്പൂക്ക് റൂമായിട്ട് ആണ് ഈ ചോട്ടിലുള്ള റൂമിനെ കണ്ടിരുന്നു. അവിടെ ആയിരുന്നു ഇതുപോലെയുള്ള സൈക്കിക് എക്സ്പെരിമെന്റ്സ് അവർ നടത്തിയിരുന്നത്. The Ouija board got moving in earnest. What followed us was the fairly usual experience. It was a strange melange of Aristotle, St. Francis, diverse archangels with odd names, deceased friends, some in purgatory and others doing nicely. Thank you. There were malign and mischievous ones of all descriptions, telling of voices quite beyond my ken, even as former alcoholics. Then the seemingly virtuous entities would elbow them out with messages of comfort, information, advice, and sometimes just sheer nonsense. ഇത് നേരത്തെയുള്ള ആളുകളുടെ സൈക്കിക് എക്സ്പീരിയൻസിന്റെ ഒരു വിവരണമാണ് ഇതൊക്കെ വായിച്ചുകൊണ്ട് വരുന്നത്. ഇത് അവര് നടത്തിയിരുന്ന സ്പൂക്ക് സെഷൻസിലായിരുന്നു. Bill would lie on the couch in the living room, semi-withdrawn but not in trance, and receive messages. ഒരുതരം ട്രാൻസിലായിട്ട് അദ്ദേഹത്തിന് ഇതേപോലുള്ള മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. ട്രാൻസ് വെച്ചാൽ ഒരുതരം ഈ ഈ സാധാരണ ഒരു അവസ്ഥയല്ല, ഒരു ദൈവികമായിട്ടുള്ള ഒരു രീതിയിലുള്ള അങ്ങനെ ഒരു അവസ്ഥയിൽ ട്രാൻസ് എന്ന് പറയും. Messages, sometimes a word at a time, sometimes a letter at a time. Annie B, neighbor and spook circle regular would write the material on a pad. Louis describes one of the more dramatic of these sessions. അതിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. He would lie down on the couch. He would get these things. He kept doing it every week or so. തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഒരു സ്ഥലത്ത് സോഫ പോലുള്ള സ്ഥലത്ത് കുറച്ചു നേരം കിടക്കും, എന്നിട്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. He kept doing it every week or so. കൂടെ എല്ലാ ആഴ്ചകളും ചെയ്യുന്നുണ്ടായിരുന്നു. Each time certain people would come in. Sometimes it would be new ones and they carry on some story. There would be long sentences, word by word would come through. ഈ ട്രാൻസ് എന്നുള്ള അനുഭവത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോരുത്തർ വരും, ഓരോ മെസ്സേജുകൾ കിട്ടും. This time, instead of word by word, it was letter by letter. And he put them down letter by letter. I had 3 years of Latin. I said. This looks like Latin to me. So Bill asked Dick Richardson, of the Rockefeller Foundation, who was quite a student of Latin. He asked him what this said. Was this Latin? He said yes. Bill knew no Latin except what he got in his law course. He always regretted it. Bill continues the story. അങ്ങനെയുള്ളപ്പോൾ ഒരു ലാറ്റിനിലുള്ള ഒരു കത്ത് കിട്ടിയതിന്റെ കാര്യം പറയാണ്. സോ ബില്ല് ഡിക് റിച്ചാർഡ്സനോട് ചോദിക്കുകയാണ്, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ who was quite a student of Latin. അദ്ദേഹം ലാറ്റിൻ സ്റ്റുഡന്റ് ആയിരുന്നു. He asked him what this said. Was this Latin? ഇത് ലാറ്റിൻ ആണോ, എന്നാണ് അത് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അത് ലാറ്റിൻ തന്നെയാണ് എന്നിട്ട് ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു. Richardson was a fine classical scholar. Astonished, he finally looked up and exclaimed, "Where on earth did you ever get this?" I demurred, but asked him if the Latin was readable. "Yes," said he, "it is perfectly good, though difficult. Looks like the beginning of what was probably intended to be an allegorical account of the founding of the Christian church in Italy."
ആ ലാറ്റിൻ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു ക്രിസ്ത്യൻ ഫൗണ്ടിങ് ഇറ്റലിയിൽ ചർച്ച് തുടങ്ങിയതിന്റെ കാര്യം. I then asked if he saw any grammatical errors in the paragraphs. He looked again and reported that the Latin looked all right to him. എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല, എല്ലാം ശരിയായിരുന്നു എന്നാണ് പറയുന്നത്. Since he was an old friend, I told the story of its production, at which he was deeply impressed. Another of their spooking experiences was told by Tom P., friend and neighbor. ഈ സ്പൂക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരുതരം മാനസികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. We went over to my aunt and uncles one night, and Louis and Bill went along, and a couple of other people. Someone said, "Have you got a table?" So they hauled this table in, and she said, "Oh, this table's been sitting in the sunlight, and it's all faded out. And I have been intending to have it refinished, and never did. So we sit down, and we are knocking the table around, and I don't know if it's levitated or not. But the table would begin to spell out messages. It would rise and tap. One tap was A, two taps were B, and three taps were C. It took quite a while, but by that means it would give you messages. So the table was used primarily to astound by levitating, but also the more fundamentally by rapping out these messages. Then we sat around and turned the lights out and put our hands down, and it wrapped around inconclusively, and we had say, "Oh, well, he will find us another session," and we all went on. ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇവരുടെ ഒരു ഭാവനയിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ടേബിൾ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് മെസ്സേജ് വരുന്ന കാര്യങ്ങളൊക്കെ. വായിച്ചു പോവാം. The next day, Marian called up and said, "A very strange thing has happened. We went to bed last night, and when we got up this morning, we found the table was refinished." അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. The whole color is restored. ആ ടേബിൾ മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ കളർ കിട്ടി. And the finish is perfect. പുതിയ ടേബിൾ പോലെ. So we all went back to see the refinished table, and we had to take her word that she didn't do it. അത് കാണാൻ സാധിച്ചു, അവരത് ചെയ്തില്ല എന്നുള്ളത്. Tom and his wife Ginny were regular members of the spooking circle. This is Tom's story of how he became involved with them. I was a problem to these people because I was an atheist, and an atheist is, by definition, a materialist. I mean, you can't be an atheist unless you are a materialist. And a materialist is, by definition, someone who does not believe in other worlds. നിരീശ്വരവാദിയും മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ വ്യത്യാസം പറയാം. ഇദ്ദേഹം ഒരു ഏത്തീസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഏത്തീസ്റ്റ് ഈസ് ബൈ ഡെഫിനിഷൻ, അദ്ദേഹം ഒരു ഏത്തീസ്റ്റ് ആണെങ്കിൽ അത് മെറ്റീരിയലിസ്റ്റ് ആയിരിക്കും. യു കാൺ ബി, അപ്പോൾ അതാ ഏത്തീസ്റ്റ്, ഒരു മെറ്റീരിയലിസ്റ്റ് ആവാതെ ഏത്തീസ്റ്റ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. Now these people, Bill and Dr. Bob, believe vigorously and aggressively. ബോബും ബില്ലും വളരെ ശക്തമായി വിശ്വാസികളായിരുന്നു. They were working away at this spiritualism.
they were working away at the spiritualism. It was not just a hobby. അവര് ആത്മീയതയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെറുതെ ഒരു ഹോബിയല്ല. And it related to AA because the big problem in AA is that for a materialist, it's hard to buy the program. ഒരു മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് ഈ പ്രോഗ്രാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. Because the problem in AA is that for materialist ആയിട്ടുള്ള ആളുകൾക്ക് പ്രോഗ്രാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. I had a hell of a time getting on the program. ഇത് കിട്ടാനായിട്ട് ഒരുപാട് സമയമെടുത്തു. Couldn't get it through my head that there was any God, because God was a supernatural being. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം എനിക്ക് കിട്ടിയില്ല. ഗോഡ് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ആയതുകൊണ്ട്. And there isn't any supernatural beings, and everybody knows there isn't. So the thing was not at all diverse from A. It was very serious for everybody. ഈ ഒരു വിശ്വാസത്തിന്റെ കുഴപ്പങ്ങളെ കുറിച്ച് പറയുക. According to Tom, Bill never did anything that was not in some way connected with AA and with his own spiritual growth. ടോം എന്ന് പറയുന്ന ആൾ പറയുന്നത് ബില്ല് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ആൾക്കോളിക്സ് എയിലേക്ക് കണക്റ്റഡ് ആയിരുന്നു. അതും ആത്മീയ പുരോഗതിയും ഇത് രണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, അല്ലാതെ ബില്ലൊന്നും ചെയ്തിരുന്നില്ല. He was, as Tom put it, very one pointed. വളരെ ഫോക്കസ്ഡ് ആയിരുന്നു, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയുണ്ടായിരുന്നു. Other sorts of spiritual activities also claimed Bill's attention. മറ്റുള്ള ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബില്ലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. During the 1950s, he became involved with the experiments in precognition that were conducted at the time at Duke University in Rhine Institute. ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ആത്മീയതമായിട്ടുള്ള ഓരോ എക്സ്പെരിമെന്റ്സിലേക്ക് ആക്ടിവിറ്റീസിൽ അയാൾ ബില്ല് പോയി എന്നാണ് പറയുന്നത്. It was through Fulton and Grace Ourseller, now personal friends of the Wilsons, who had run the AA piece called Alcoholics and God, that Bill was introduced to Fulton Sheen, then a Monsignor, later to become bishop. ബില്ലിന് ഈ ആക്ടിവിറ്റീസ്, ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസിലൂടെ ഉണ്ടായ പരിചയങ്ങളെ കുറിച്ച് പറയുന്നു. Monsignor Sheen was already a nationally popular man of the cloth, a sort of Billy Graham of the Catholic Church, whose radio program, The Catholic Hour, had a weekly audience of over 1 lakh loyal listeners. When the Monsignor offered to explain Catholicism to him, he didn't say converted. Bill thought it would be very ungrateful not to at least try to learn, said Louis. Bill met with Sheen on Saturdays for the better part of the year. മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നടന്ന സംഭവങ്ങളാണ്. Of his actual intention to convert to Catholicism, opinions vary widely. As early as 1944, Bill realized that his name was inextricably linked with that of the fellowship. And although the traditions had not yet been written down and accepted, his belief in non-affiliation for the fellowship
has already been voiced. ഇത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. 1944 ബില്ലിന് മനസ്സിലായി അദ്ദേഹവും ഫെലോഷിപ്പും മാത്രമാണ് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ് വിത്ത് ഫെലോഷിപ്പ്, അദ്ദേഹത്തിന്റെ പേര് അതുമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് പാരമ്പര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ബില്ലിന്റെ ഒരു നോൺ അഫിലിയേഷൻ ഈ ഫെലോഷിപ്പും വേറെ എന്തുമായിട്ടുള്ളൊരു കൂടുന്ന കാര്യത്തെ കുറിച്ച് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ലുക്കിംഗ് ബാക്ക്, ലൂയി വാസ് ഷുവർ ദാറ്റ് he had no intention of actual conversion. In any case, she said, he never really had it in the back of his mind that he would be converted. അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു പ്രചോദനത്തിലും അദ്ദേഹം വീഴില്ല. Bob H., who was close to Bill during this period, believed otherwise. I had the impression that at the last minute, he didn't go through with his conversion because he felt it would not be right for AA. AAന്റെ ആവശ്യത്തിന് വേണ്ടി ഈ മാറാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. എക്ക് അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ആ കൺവേർഷൻ അദ്ദേഹത്തിന് തോന്നിയില്ല. വാട്ട് എവർ ഈസ് അൾട്ടിമേറ്റ് ഇന്റൻഷൻസ്, there can be no doubt that he took his instruction as he took Catholic doctrine very seriously. Catholic എന്തു തന്നെ ആയാലും എന്തു തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല, അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് കാത്തലിക് ഡോക്ട്രിൻ എന്നാണ് എടുത്തത് വളരെ സീരിയസ് ആയിട്ട്. മെനി ഓഫ് ഹിസ് ഫീലിംഗ്സ് about the church, pro and con, were voiced frankly to Father Dowling. ഫാദർ ഡോളിങ്ങിനോട് ഈ അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ ചർച്ചിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. In a letter dated September 9, 1947, Bill wrote to the priest. I am more affected than ever by the sweet and powerful aura of the church. That marvelous spiritual essence flowing down by centuries touches me as no other emanation does. ഈ കത്തില് ബില്ല് പറയുന്ന അദ്ദേഹത്തിന് വളരെ മാനസികമായിട്ടുണ്ടായ ആ ചർച്ചിന്റെ ഒരു ഓറ, അതായത് ചർച്ചിന്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട്, അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്പിരിച്വൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു എസൻസ് ഫ്ലോയിങ് ഡൗൺ ബൈ ദി സെഞ്ചുറീസ്, എത്രയോ കാലങ്ങളായിട്ട് വേറെ ഒന്നിലും അത് കിട്ടിയില്ല. When I took the authority to lay out, despite all the arguments in its favor, I still can't warm up. No affirmative conviction comes. ആ ചിന്തകളെ കുറിച്ച് പറയും. ഒരു അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടായില്ല എന്നാണ്. ഓഫ് മോർണിംഗ് നോട്ട് ഷീൻസ് ഡീപ് കൺവിക്ഷൻ, പവർ ആൻഡ് ലേണിംഗ്. ഐ എം ഗ്രാജുവലി ഇംപ്രസ്ഡ്. ഇവരുടെ ഈ മോർണിംഗ് ടീമിന്റെ ഈ കൺവിക്ഷൻസിനെയും അവരുടെ ശക്തിയും അവർക്കുണ്ടായിട്ടുള്ള ലേണിങ്ങിലും ഇദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ടായി. ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. He really practices what he preaches to a degree which ought to make me ashamed to differ with him at all. പറയുന്നത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹമായിട്ട് എതിർപ്പൊന്നും പറയാൻ സാധിച്ചില്ല. Yet I tremendously appreciate being with him so much. ഇത്രയും കാലം അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വളരെ അഡ്മയർ ചെയ്തു. He is very generous of himself. അദ്ദേഹം ഒരു വളരെ ദയാലുവായിട്ടുള്ള ഒരാളായിരുന്നു. PSO. If the church only had a fellow traveler
department, a cozy spot where one could warm his hands at the fire and bite off only as much as he could swallow. Maybe I am just one more shopper looking for a bargain on that virtue. Obedience. അനുസരണാബോധത്തെ കുറിച്ച് പറയാം. ഇവിടെ ബില്ലിന്റെ ആ ഒരു ഇതിൽ പറയുന്നത്. And in another letter dated 2 weeks later, he continued, I am not the least bit scandalized by the sins of the church or any of the people in it. I don't see how an ex-drunk could be scandalized with about anything. The thing which is a little disturbing seems to be an inability of the church to confess its own sins. Historically, it is difficult to reconcile perfect infallibility at certain moments with very human carrying on at other times. Did I not think so seriously of joining? I wouldn't ever think of raising the question. ഇത് പറയുന്നത് തെറ്റുകൾ ഏറ്റുപറയുന്ന കാര്യം, ഏറ്റുപറയുന്ന കാര്യത്തിൽ ഉള്ള ഒരു പാളിച്ചയെ കുറിച്ച് പറയുന്നു ചർച്ചിലുള്ള. I didn't see how an ex-drunk could be scandalized about anything. ഒരു ex-drunk, മുൻ കുടികാരനെ എന്തിനാണ് ഒരു സ്കാൻഡൽ, ഒരു കുറ്റവാളിയെ പോലെ ആക്കുക എന്നുള്ളത് ഒരു കാരണം കാണുന്നില്ല. The thing which is a little disturbing seems to be inability of the church. ചർച്ചിന് അത് കുറ്റങ്ങളെ ഏറ്റു പറയാൻ, അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ പറയാൻ പറ്റാത്തൊരവസ്ഥയെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ കാലങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു കുറവ്. ഈ കുറവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ. പെർഫെക്റ്റ് ഇൻഫാലിബിലിറ്റി അറ്റ് സർട്ടൻ moments with a very human carrying on at other times. മറ്റുള്ള സമയത്തുള്ള ഈ ഏറ്റുപറച്ചിലിന്റെ ഇതിന് പറ്റാത്തത്. Did I not think so seriously of joining? I wouldn't even think of raising the question. The Sheen himself, Bill wrote, your sense of humor will, I know, rise to the occasion when I tell you that with each passing day, I feel more like a Catholic and reason more like a Protestant. രണ്ടും ആവുന്നുണ്ട്, കാത്തലിക്കും ആവുന്നുണ്ട്, പ്രൊട്ടസ്റ്റന്റും ആവുന്നുണ്ട് ബില്ല് പറയുന്നു. And in some other problematical areas of his life, Bill himself may have remained ambivalent, if not about his involvement, then about his ambitions regarding ultimate conversion. ഈ മതപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഇതാണ് പറയുന്നത്. Bill himself may have remained ambivalent, എല്ലാവരുടെയും എത്തുന്ന ഒരാളായിട്ട്. If not about his involvement, then about his ambitions regarding ultimate conversion. Because he was able to see many facets of any given issue, conflicting as well as harmonious. വിരോധാഭാസങ്ങളെ കുറിച്ച് പറയും. He may have spoken one day as if he was intending to convert, and the next as though his religious instruction was undertaken only in the service of his spiritual growth. ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങൾ ഒരു ദിവസം ഒന്ന് പറയുന്നു, അടുത്ത ദിവസം ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. It is probable that despite the contradictory thoughts being expressed, ഇങ്ങനെയൊക്കെ വിരോധാഭാസമുള്ള ചിന്തകൾ പുറത്തേക്ക് വന്നാലും he was entirely sincere in what he said each time. മനസ്സിലുള്ളത് സത്യസന്ധമായി പറഞ്ഞു എന്നുള്ളതാണ്. He didn't change his mind easily. മനസ്സിന് മാറ്റങ്ങൾ സംഭവിക്കാതെ നോക്കി. Particularly on so serious an issue. Rather, he saw things differently on different occasions. ആ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന് പ്രത്യേകിച്ചും അദ്ദേഹം അങ്ങനെയുള്ള സമയത്ത്
മാറ്റി സംഗതികളെ മാറിക്കണ്ടു പല സമയങ്ങളിലും. ദാറ്റ് മേ ഹാവ് ബീൻ ബിൽഡറിങ് ഫോർ ദോസ് അറൌണ്ട്. കൂടെയുള്ളവർക്ക് വളരെ അത്ഭുതം തോന്നിയെങ്കിലും ബട്ട് ഇറ്റ് അപ്പിയർ ടു മേക്ക് ടോട്ടൽ സെൻസ്. അദ്ദേഹത്തിന് അത് ഒരു കാര്യമായിട്ട് തന്നെയാണ്, ഒരു സെൻസ് തന്നെയാണ് ഉണ്ടായത്. One of the problems that preoccupied Bill was the relationship of AA with the community in general. So, Alcoholics Anonymousന്റെ ഒരു ഇരിപ്പുവശം, കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം, അത് ബില്ലിനെ ഒരുപാട് ചിന്തിപ്പിച്ചു. Community in general and with the professional community in particular. അതിൽ ഈ സാധാരണ ആൾക്കാരിൽ ഈ പ്രൊഫഷണൽ ആളുകളുടെ ഇടയിൽ ഉള്ള ആ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചു. The professions that most overlapped the sphere of AA's interests were, of course, medicine and religion. മതപരമായിട്ടും മെഡിക്കലായിട്ടുള്ള ആളുകൾ, ഈ രണ്ട് പ്രൊഫഷൻസ് ആണ് ഓവർലാപ്പ് ചെയ്ത് AAന്റെ ഇൻട്രസ്റ്റിനെ ഓവർലാപ്പ്. Bill felt it would be unwise for AA as a fellowship to have an allegiance to any one sect. ഇവരുമായിട്ടുള്ള ഒരു ചേർച്ചകൾ ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് തോന്നി. He felt AA's usefulness was worldwide. അദ്ദേഹം വിചാരിച്ചു ഇത് ലോകം മുഴുവനും ആവശ്യമാണ്. ഈ എയുടെ ലോകം മുഴുവനായിട്ട് ആവശ്യമാണ്. And contains spiritual principles that members of any and every religion could accept. ഇതിലുള്ള ആത്മീയ തത്വങ്ങൾ ആർക്കും, ഏത് മതത്തിലുള്ളവർക്കും ഏത് സെക്ടറിലുള്ളവർക്കും എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ആത്മീയ പ്രിൻസിപ്പിൾസ്, ആത്മീയ തത്വങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് ദി ഈസ്റ്റേൺ റിലിജിയൻസ്. ഏത് റിലിജിയൻ ആയാലും ഇത് ചെയ്യാൻ പറ്റും. ഈസ്റ്റേൺ റിലിജിയൻസ് കിഴക്ക് ഭാഗത്തുള്ളൂ. As Louis put it, Bill never had any small ideas. ലൂയി അവിടെ കൂട്ടിച്ചേർക്കുന്നത് ബില്ലിന് ചെറിയ ഐഡിയാസ് അല്ല, എല്ലാം വലിയ വിശാലമായിട്ടുള്ള ഐഡിയാസ് ആയി. In early 1940s, cooperation without affiliation. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കോഓപ്പറേഷൻ വിത്തൗട്ട് അഫിലിയേഷൻ. ഒന്നുമായിട്ട് അഫിലിയേഷൻ അല്ല, പക്ഷെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം. ഹാഡ് നോട്ട് യെറ്റ് ബീൻ പ്രസന്റഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് AA പോളിസി. അവിടെ അപ്പോഴും അത് അങ്ങനെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ബട്ട് that the thought had already occurred to Bill. എന്നിരുന്നാലും ആ ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതായത് കോഓപ്പറേഷൻ വിത്തൗട്ട് അഫിലിയേഷൻ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. എവിഡൻസ് ഫ്രം ഹിസ് കറസ്പോണ്ടൻസ് ഓഫ് ദാറ്റ്, ആ സമയത്ത് അദ്ദേഹം എഴുതിയ എഴുത്തുകളിൽ നിന്ന് അത് ഉണ്ടായിരുന്നു. There were other reasons for Bill's refusal to ally himself with any formal belief system. മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും മറ്റുള്ള ഇതുപോലുള്ള ഒന്നുമായിട്ടും ഒരു കൂടിച്ചേരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അഫിലിയേഷൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. There were other reasons for Bill's refusal to ally himself with any formal belief system. ഏതൊരു ബിലീഫ് സിസ്റ്റത്തിനും കൂടി. One of these was his personal resistance to man-made authority. മനുഷ്യനിർമ്മിതമായിട്ടുള്ള അതോറിറ്റി, മനുഷ്യൻ പറയുന്ന അതോറിറ്റി, അതിന് അദ്ദേഹത്തിന് വളരെ എതിർപ്പായിരുന്നു. Some of his resistance was probably traceable to his New England background. American folk mythology has it that there is no American quite so independent-minded as Vermont Yankee. ഇതൊക്കെ ഓരോ ചിന്തകളാണ്. വെർമോണ്ടിലുള്ള യാങ്കിയെ പോലെ അമേരിക്കയിൽ ആരും ഇൻഡിപെൻഡന്റ് ആയിട്ട് മൈൻഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ബിലീഫ് സിസ്റ്റത്തിലൊന്നും കൂടെ ചേരാൻ ഒരു താല്പര്യമുണ്ട്. അല്ല,
അമാൽഗമേ അല്ല എന്താ പറയാ affiliation താല്പര്യം. 1948 letter to Plum L reads in part, the thing that still irks me about all organized religions is their claim how confoundedly right all of them are. അവര് പറയുന്നു അവരെല്ലാവരും കറക്റ്റ് ആണ്. അത് എങ്ങനെ അവർ പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. ഈച്ച് സീംസ് ടു തിങ്ക് ഇറ്റ് ഹാസ് ദ റൈറ്റ് പൈപ്പ്. എല്ലാവരും വിചാരിക്കുന്നു അവരുടെ അടുത്ത് ശരിയായ വഴികളുണ്ടെന്ന്. നോ മഡ് ഇൻ ഇറ്റ് സ്പിരിച്വൽ വാട്ടർ. അവരുടെ ആത്മീയ ഇതിൽ ഒരു കളങ്കവും ഇല്ല. സെക്യൂർ കൺവേർട്സ് ഓർ പനിഷ് അൺബിലീവേഴ്സ്. വിശ്വാസികളെ രക്ഷപ്പെടുത്താനും വിശ്വാസികളല്ലാത്തവരെ ശിക്ഷിക്കാൻ. The great religions have violated every known law of man or God. എല്ലാം അവര് വയലേറ്റ് ചെയ്തു. മനുഷ്യന് അറിയാവുന്ന അല്ലെങ്കിൽ ദൈവത്തിന് അറിയാവുന്ന എല്ലാം വയലേറ്റ്. ജസ്റ്റ് നൗ the Hindus and Muslims are at it. Quite obviously, infallibly, seems to be much more important than spirituality. ഈ വിഭാഗങ്ങളൊക്കെ ഈ മതപരമായിട്ടുള്ള അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. The record of the Western world is no better. വെസ്റ്റേൺ വേൾഡിലും വലിയൊരു മെച്ചമൊന്നുമില്ല. The Jews crucified Christ. യേശു ക്രിസ്തുവിനെ കൊന്ന കാര്യം പറയും. Jews ആണ് കൊന്നത്. And ever since Christians have been crucifying Jews and each other. തമ്മിലടി നടക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാം. No sooner had my own ancestors set foot on Plymouth Rock when they drove Roger Williams and Annie Hutchinson out into the New England woods to die. Sure, the sorrows of the Prince of Peace since his first crucifixion defy all description. The root cause disputes over doctrine, clashing infallibilities. What else were they fighting about? ഈ മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഫൈറ്റിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ന് വായിച്ചത് മുഴുവൻ എങ്ങനെ തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നിർത്താം. എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും ബില്ലിന്റെ മാനസികമായിട്ടുള്ള വായന ഇവിടെ നിർത്താം കേട്ടോ. മാനസികമായിട്ടുള്ള ഓരോ കാര്യങ്ങള് അത് ഈ ട്രാൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് മുഴുവൻ അദ്ദേഹം എക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നീടുണ്ടാവുന്ന ഇതേപോലുള്ള കോപ്പറേഷൻ വിത്തൗട്ട് അഫിലിയേഷൻ ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ള തത്വങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു പ്രിൻസിപ്പിളെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഭവങ്ങളായിട്ടാണ് എനിക്ക് വായിച്ചൊക്കെ മനസ്സിലായത്. കുറെ അതിൽ വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. ഏതായാലും നമുക്കിവിടെ നിർത്താം. 11:25 ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയുകയും ചെയ്യാം. ആ പേജ് നമ്പർ ഒന്ന് പറഞ്ഞേട്ടാ, ഒന്ന് എഴുതി വെച്ചേക്കാം. ആ പേജ് നമ്പർ ഒന്ന് പറയാ. പേജ് നമ്പർ 283. 283 ലാസ്റ്റ് കാര്യങ്ങളാണ്. അത് അധ്യായം എത്രയാണെന്ന് ചേട്ടൻ പറഞ്ഞേ? ഞാൻ ആദ്യം പറഞ്ഞു ശ്രദ്ധിച്ചില്ല. 283 ലാസ്റ്റ് പാരഗ്രാഫ്. വാട്ട് എൽസ് വർ ദേ ഫൈറ്റിംഗ് അബൌട്ട്? അധ്യായം എത്രയാട്ടാ? അധ്യായം 16 പറയാം 16. 16. ഓക്കെ. യെസ്. ആ ടേബിളിന്റെ കാര്യം പറഞ്ഞത് ചേട്ടൻ ക്ലിയർ ആയില്ല അല്ലേട്ടാ? ആ ടേബിൾ അത് എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു എന്താ പറയാ അതൊരു ഫാന്റസി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ടേബിൾ ഇങ്ങനെ ഒരിക്കൽ ടാപ്പ് ചെയ്യാ മെസ്സേജ് കിട്ടി എന്നാ പറയുന്നത്. ആ ടേബിള് ആദ്യം ഒരു പഴയ ടേബിൾ പോലെ ആയിരുന്നു. പിന്നീട് അതിൽ എന്തോ പെയിന്റ് ഒക്കെ അടിച്ചത് നല്ലൊരു ടേബിൾ പോലെ ആയി എന്നൊക്കെയാണ് പറയണത്. അതെനിക്ക് തോന്നുന്നു ഒരു
എന്താ പറയാ, ഒരു മിത്തായിട്ടുള്ള ഒരു സ്റ്റോറി പോലെയാണ്. ഒരു മിത്ത് അങ്ങനെയൊക്കെ അതായത് നമ്മൾ ഈ ഈ ഫെയറി ടൈൽസ് ഒക്കെ പറയില്ലേ, അതുപോലെയൊക്കെയാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ നമ്മൾ ഇന്ന് കാണുന്ന എയിലുള്ള ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ ഒരു എന്താ പറയാ, ഒരു തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല, കാരണങ്ങളെ അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഈ ഇതുപോലുള്ള പല അനുഭവങ്ങളിലൂടെയും ആയിരിക്കുന്നതാണ് എനിക്ക് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ഓക്കെ. ഹലോ, നമുക്കിനി 7 അദ്ദേഹം മിനിറ്റ് കൂടി ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചേട്ടനൊന്ന് ഷെയർ പിന്നെ ചെയ്ത്